ഹലോ ഫ്രണ്ട്സ്, ഫേസ്ബുക്കിൽ എൻ്റെ മഴക്കാലം വന്നു എന്നുള്ള വീഡിയോയുടെ പാർട്ട് 3 ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു മഴയെല്ലാം റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും എല്ലാം കണ്ടു പേടിച്ച് ഞങ്ങൾ യാത്ര പുറപ്പെടണമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങോളം ഞങ്ങൾക്ക് കുറച്ച് മഴ കിട്ടി. ഇത്തവണ ഞങ്ങളുടെ യാത്ര സുൽത്താൻ ബത്തേരി എന്ന നാട്ടിലോട്ടാണ്. അത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഡ്രൈവ് ചെയ്യും. സുൽത്താൻ ബത്തേരി എന്ന ആ വിളിപ്പേര് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാമോ? മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ്റെ ആയുധപ്പുരയായിരുന്നു ഒരു ജൈന ക്ഷേത്രം. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജൈന ക്ഷേത്രമാണ്. മൈസൂരിൽ നിന്ന് ടിപ്പു സുൽത്താൻ കേരളത്തിലോട്ട് വന്നപ്പം അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ വെച്ചിരുന്ന ആ ഒരു ഏരിയയാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി എന്ന് അറിയപ്പെടുന്നത്. പ്രകൃതിയെയും ചരിത്രത്തെയും ഏറെ സ്നേഹിക്കപ്പെടുന്ന നമുക്ക് ഒരിക്കലെങ്കിലും വന്ന് സന്ദർശിക്കാനുള്ള ഒരു നാടാണ് സുൽത്താൻ ബത്തേരി. ചെറിയ ചെറിയ എയർപിൻ ബെൻസ് ഉണ്ട്. വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് കാർ ഓടിക്കുവാനായിട്ട്. ഞങ്ങളും വളരെ സ്ലോ ആയിട്ടാണ് ഇറങ്ങുന്നത്. ഒരുപാട് ഇറക്കവും കയറ്റവും ഉണ്ട്. ചുറ്റിനും പച്ചപ്പരവതാനി വിരിച്ച മാതിരി പ്രകൃതിയും അതിലെ സുന്ദര കാഴ്ചകളും. ഈ ഒരു പ്ലസൻറ്റ് വെതറിൽ ഡ്രൈവ് ചെയ്യാൻ എത്ര പേർക്കാണ് ഇഷ്ടം? അതെൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയൂ. ഞങ്ങൾ ഏകദേശം എത്താറായി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലും അതിൻ്റെ പരിസരങ്ങളും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരിടമാണ്. Ever have those nights where everything just feels magical? The vibes at this spot were honestly perfect. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് വിൽട്ടൺ ഹോട്ടൽ റെസ്റ്റോറൻറ്റിൻ്റെ വാളിൽ കാണുന്ന ചിത്രങ്ങളാണ്. അവിടുത്തെ തലശ്ശേരി ചിക്കൻ ബിരിയാണിയും ചില്ലി ചിക്കൻ ബിരിയാണിയും സീ ഫുഡ് ഐറ്റംസ് എല്ലാം വേൾഡ് ഫേമസ് ആണ്. അത് കഴിച്ചവരുടെയും അവരുടെ ഒപ്പീനിയനും ആണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ വാളിൽ നിങ്ങൾ കാണുന്നത്. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. അപ്പം ഞങ്ങളുടെ യാത്ര തീരുന്നില്ല. അടുത്തൊരു ഡെസ്റ്റിനേഷനായിട്ട് വീണ്ടും കാണാം.